അൽ വഹദത്തുൽ ഖാമിസ, 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ്. ഖീമത്തുൽ മാലി എന്നതാണ് യൂണിറ്റിൻ്റെ പേര്. ധനത്തിൻ്റെ വില. ഖീമത്ത് വില, അൽ മാല് ധനം, പണം. പണത്തിൻ്റെ വില എന്താണ് ഈ പാഠം. ഇതിൽ 2 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തത് മാവറ അൽ മാലി എന്നൊരു മസ്രഹിയത്താണ്. മാവറ അൽ മാലി എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ പിന്നിൽ, പണത്തിൻ്റെ പിന്നിലുള്ളത്. അതൊരു നാടകമാണ്, മസ്രഹിയത്താണ്. ഓക്കെ, ഇവിടെ ഒരു വലിയ പണപ്പെട്ടിയിൽ പണം നിക്ഷേപിക്കുന്ന ഒരു കുട്ടിയെ കാണാം. നമ്മൾ പണം നിക്ഷേപിക്കാറുണ്ടല്ലേ ഇതേപോലുള്ള പണപ്പെട്ടികളിൽ. ഈ മാവറ അൽ മാലി എന്ന നാടകത്തിലെ ക്യാരക്ടേഴ്സ്, ഷഖ്സിയാത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഉവൈസ്. കഥാപാത്രങ്ങൾ. ഉവൈസ് എന്ന കഥാപാത്രമാണ് ഇതിലെ മെയിൻ കഥാപാത്രം. ആരാണ് ഉവൈസ്? വലതുൻ, ഒരു കുട്ടിയാണ്. അംറഹു ഇസ്നാശ്ര, അവൻ്റെ പ്രായം 12 വയസ്സാണ്. യദ്റുസു ഫി സഫി സാദിസ്, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ മഹ്മൂദാണ്. അതാരാണ്? വാലിദ് ഉവൈസ്, ഉവൈസിൻ്റെ പിതാവാണ്. ഉംറഹു ഹംസൂന, അദ്ദേഹത്തിൻ്റെ പ്രായം 50 വയസ്സാണ്. പിന്നെ സനീറ, അത് വാലിദത്ത് ഉവൈസ്, ഉവൈസിൻ്റെ മാതാവ്. ഉംറുഹ ഹംസു അർബാവന, 45 വയസ്സാണ് അവരുടെ പ്രായം. അടുത്ത കഥാപാത്രം ഫഹീം, അത് സ്വദീഖ് ഉവൈസ്, ഉവൈസിൻ്റെ കൂട്ടുകാരനാണ്. യദ്റുസു ഫി സഫി സാദിസ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന. പിന്നെ റാഷിദ്, അതും സ്വദീഖ് ഉവൈസ് ആണ്. യദ്റുസു ഫി സഫി സാദിസ്, 6ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാടകം നോക്കാം. അൽ ലൗഹത്തുൽ-ഊല, ഒന്നാമത്തെ സീൻ. നാടകത്തിൽ കുറേ സീനുകൾ ഉണ്ടാവും അല്ലേ. നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു കലയാണ് നാടകം. സ്റ്റേജിൻ്റെ മുമ്പിൽ ആളുകൾ ഇരുന്നിട്ട് അത് കാണുകയാണ് ചെയ്യുന്നത് അല്ലേ, കാണുന്നില്ലേ? അങ്ങനെ സ്റ്റേജിൽ കർട്ടൻ ഉയർന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സൂപ്പർ മാർക്കറ്റാണ് കാണുന്നത്. ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഉവൈസും ഉവൈസിൻ്റെ മാതാപിതാക്കളും കൂടെ സാധനങ്ങൾ വാങ്ങുകയാണ്. ഓക്കെ, അൽ ലൗഹത്തുൽ-ഊല, അതാണ് ഒന്നാമത്തെ സീൻ. യർത്തഫിഉ സിത്താറു, കർട്ടൻ ഉയരുന്നു. അലൽ മസ്രഹി, സ്റ്റേജിൻ്റെ മേലെയുണ്ട് ഉവൈസുണ്ട്. വാലിദുഹു വാലിദുഹു, അവൻ്റെ മാതാവും പിതാവുമുണ്ട്. യതസവ്വഖൂന ഫി സൂഖിൽ മർക്കസി, അവർ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തുകയാണ്. യതസവ്വഖൂന, അവർ ഷോപ്പിംഗ് ചെയ്യുകയാണ്. ഫി സൂഖിൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിൽ. വയഖുദൂനൽ ഹവായിജൽ മൻസിലിയത്ത, അവർ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എടുത്ത് ഒരു ട്രോളിയിലാക്കിയിട്ട് അവസാനം ബില്ല് പേ ചെയ്യും അല്ലേ. അങ്ങനെ ആവശ്യമായ സാധനങ്ങളൊക്കെ അവർ എടുക്കുകയാണ്. മിന റഫിൽ നിന്നും, റഫ് എന്ന് പറഞ്ഞാൽ റാക്കിലാണ് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും അല്ലേ, അതിൽ നിന്നും എടുക്കുകയാണ്. വയളഉന ഫിൽ അറബ, എന്നിട്ടത് ട്രോളിയിൽ വെക്കുന്നു. അറബ മീൻസ് ട്രോളി, വണ്ടി എന്നുള്ള അർത്ഥമാണ് അറബ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഉവൈസ് പറയുന്നു, മുഷീറൻ ഇലാ ഹിദാഇൻ റിയാദിയിൻ, ഒരു സ്പോർട്സ് ഷൂ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. ഫിയ ഖിസ്മി റിയാദത്തി, സ്പോർട്സ് സെക്ഷനിലെ സ്പോർട്സ് ഷൂ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഓരോ ഐറ്റംസിനും ഓരോ വിഭാഗം ഉണ്ടാവും അല്ലേ. ഒരു ഭാഗത്ത് ബേക്കറി ഐറ്റംസ് ആയിരിക്കും, ഒരു ഭാഗത്ത് പച്ചക്കറി ആയിരിക്കും, ഒരു ഭാഗത്ത് പലചരക്കായിരിക്കും, ഒരു ഭാഗത്ത് സ്പോർട്സ് ഐറ്റംസ് ആയിരിക്കും. അങ്ങനെ സ്പോർട്സ് സെക്ഷൻ എന്നുള്ളതിനാണ് ഖിസ്മു റിയാദ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു സ്പോർട്സ് ഷൂ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉവൈസ് പറയുകയാണ്, മാ അജ്മല ഹാദൽ ഹിദാ, എന്തൊരു ഭംഗിയാണ് ആ ഷൂ കാണാൻ. മാ അജ്മല, എന്തൊരു ഭംഗിയാണ്. ഹാദൽ ഹിദാ, ഈ ഷൂ. ഇസ്തരി ലീ യാ ബാബ, ഉപ്പ അതെനിക്ക് വാങ്ങിത്തരൂ. ഇസ്തരി ലീ, എനിക്ക് വാങ്ങിത്തരൂ. യാ ബാബ, ഉപ്പ. മഹ്മൂദ്, അപ്പോൾ ഉപ്പ പറയുകയാണ്, യാ ബുനയ്യ, മോനെ, ലക്ക ഹിദാ ഉൻ ഫിൽ ബൈത്തി, വീട്ടിൽ നിനക്കൊരു ഷൂ ഉണ്ടല്ലോ. ലക്ക, നിനക്കുണ്ട്. ഹിദാ ഉൻ, ഷൂ. ഫിൽ ബൈത്തി, വീട്ടിലൊരു ഷൂ ഇല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നത്? അപ്പോൾ ഉവൈസ് എന്താണ് പറയുന്നത്? ഷുഫ് യാ ബാബ, നോക്കൂ ഉപ്പ. ഹാദാ തിറാസുൻ ആഖർ, ഇത് വേറെ മോഡലാണ് അല്ലേ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഷൂ ഇതേ രൂപത്തിലുള്ളതല്ല, ചെറിയ മാറ്റമുണ്ട്. അബ്ഗി ഹാദ, ഇതെനിക്ക് വേണം.
അതും പറഞ്ഞുകൊണ്ട് യഖുദുൽ ഹിദാഅ മിനർ റഫി, അവൻ റാക്കിൽ നിന്നും ആ ഷൂ എടുക്കുന്നു. വയലഹു ഫിൽ അറബത്തി, എന്നിട്ട് ആ ട്രോളിയിൽ വെക്കുന്നു. ദൂന ഇതിനിൽ വാലിദി, ഉപ്പാന്റെ സമ്മതമില്ലാതെ. ദൂന ഇതിന്, ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇല്ലാതെ. ദൂന ഇതിനില്ലാതെ, ഇതിന് മീൻസ് സമ്മതം. ഇതിനിൽ വാലിദി, ഉപ്പാന്റെ സമ്മതമില്ലാതെ അവൻ ആ ഷൂ എടുത്ത് തങ്ങളുടെ സാധനങ്ങൾ വെച്ച ട്രോളിയിലേക്ക് വെക്കുന്നു. അപ്പം മഹ്മൂദ് യൻസഹു, ഉപദേശിക്കുകയാണ്, മോനെ ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, മോനെ, അമലുക ഹാദാ മിൻ ഇസ്രാഫിൽ മാലി, നിന്റെ ഈ പ്രവർത്തനം പണം ധൂർത്തടിക്കലാണ്. ഇസ്രാഫ് മീൻസ് ധൂർത്തടിക്കൽ, അനാവശ്യമായി ചിലവഴിക്കൽ. അപ്പോൾ മോനെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ് മഹ്മൂദ്, യാ ബുനയ്യ, മോനെ, അമലുക ഹാദാ മിൻ ഇസ്രാഫിൽ മാലി, നിന്റെ ഈ പ്രവർത്തനം ഇസ്രാഫിൽ മാലാണ്, പണം ധൂർത്തടിക്കലാണ്. അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ തദ്ഖുലുൽ ഉസ്റത്തു ഇലാ ഖിസ്മിൽ ഖിർത്വാസിയാത്ത്, പിന്നെ ഉസ്റത്ത്, ആ കുടുംബം, അതായത് മഹ്മൂദും ഉവൈസും ഉമ്മയും കൂടെ എങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു? ഖിർത്വാസിയാത്ത് സെക്ഷനിലേക്ക്. ഖിർത്വാസിയാത്ത് മീൻസ് സ്റ്റേഷനറി സെക്ഷനിലേക്കാണ് അവർ പിന്നെ പോകുന്നത്. ഉവൈസ് പറയുന്നു, സ്റ്റേഷനറി സെക്ഷനിൽ കടന്നപ്പോൾ, ബാബ, ഉപ്പ, അഹ്താജു ഇലാ ദഫാത്തിറ വ ഉൽബത്തിൽ അൽവാൻ, എനിക്ക് നോട്ട്ബുക്സും കളർ ബോക്സും വേണം. അഹ്താജു, എനിക്ക് വേണം. ഇലാ ദഫാത്തിറ, നോട്ട്ബുക്കുകൾ വേണം. ദഫ്തറും ജമ്മു ദഫാത്തിർ, നോട്ട്ബുക്ക്. വ ഉൽബത്തുൽ അൽവാൻ, അതേപോലെ കളർ ബോക്സ്. ഉൽബത്തുൽ അൽവാൻ, അൽവാൻ മീൻസ് കളേഴ്സ്. കളർ ബോക്സ് വേണം, കളർ പാക്കറ്റ് വേണം. സനീർ, അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മ പറയുകയാണ് ഇവനോട്, ഇസ്തറൈനാലക്ക ഉൽബത്ത് അൽവാൻ ജദീദത്തിൻ ഫിൽ ഉസ്ബുൽ മാദി, കഴിഞ്ഞ ആഴ്ച നിനക്ക് ഒരു പുതിയ കളർ ബോക്സ് വാങ്ങിയതല്ലേ? സുമ്മ ലിമഹാദി, പിന്നെന്തിനാണ് ഇത്? യാബനയ്യ, മോനെ, ഇസ്തറൈന, നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ലക്ക, നിനക്ക്, ഉൽബത്ത് അൽവാനിൻ, കളർ ബോക്സ്. ഉൽബത്ത് അൽവാനിൻ ജദീദ, പുതിയ കളർ ബോക്സ്. ഫിൽ ഉസ്ബുൽ മാദി, കഴിഞ്ഞ ആഴ്ച. ഉസ്ബു ആഴ്ച, അൽ മാദി കഴിഞ്ഞ ആഴ്ച പുതിയൊന്ന് വാങ്ങിയതല്ലേ? സുമ്മ, പിന്നെ ലിമഹാദിഹി, പിന്നെ ഇതെന്തിനാണ്? യാബനയ്യ, മോനെ, വീണ്ടും വാങ്ങുന്നത് എന്തിനാണ്? അപ്പോൾ ഉവൈസ് പറയുകയാണ്, ലി സദീഖി രാജു ഉൽബത്തിൻ മിസ്ല ഹാദിഹി, എൻ്റെ കൂട്ടുകാരൻ രാജുവിന് ഇതേപോലുള്ളൊരു കളർ ബോക്സ് ഉണ്ട്. അഹ്താജു ഇലാ ഹാദിഹിൽ ഉൽബത്തി അയലൻ, അതുകൊണ്ട് എനിക്കും ഈ കളർ ബോക്സ് വേണം. ലി സദീഖി രാജു, എൻ്റെ കൂട്ടുകാരനുണ്ട്, ഉൽബത്തുൻ മിസ്ല ഹാദിഹി മീൻസ് ഇതേപോലുള്ള കളർ ബോക്സ് അവനുണ്ട്. അപ്പം മഹ്മൂദ് പറയുകയാണ്, ലിമ തുസിറു ഫി ഷൈനിൽ ഉൽബ, നീ എന്തിനാണ് കളർ ബോക്സിൻ്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത്? ലിമ തുസിറു, നീ എന്തിനാണ് വാശി പിടിക്കുന്നത്, നിർബന്ധം പിടിക്കുന്നത്? ഫി ഷൈനിൽ ഉൽബത്ത്, ഈ കളർ ബോക്സിൻ്റെ കാര്യത്തിൽ. സിഅറുഹ ഗാലിൻ, അതിൻ്റെ വില ഉയർന്നതാണ്, ഉയർന്ന വിലയുള്ള, നല്ല വിലയുള്ള കളർ ബോക്സാണിത്, അത് തന്നെ വേണം. എന്തിനാണ് വാശി പിടിക്കുന്നത്? അപ്പോൾ ഉവൈസ്, ലാ തഖലഖി യാ ഉമ്മ പേടിക്കേണ്ട, ലാ തഖലഖി, അസ്വസ്ഥതപ്പെടേണ്ട, പേടിക്കേണ്ട. എന്തൽ വാലിദി നുഖൂദുൻ വാഫിറത്തുൻ, ഉപ്പാൻ്റെ അടുക്കൽ ധാരാളം പണമുണ്ട്. എന്തൽ വാലിദി, ഉപ്പയുടെ അടുക്കൽ, നുഖൂദുൻ, പണം, നാണയങ്ങൾ എന്നാണ് നുഖൂദ്. ഇവിടെ പണം എന്ന് പറഞ്ഞാൽ മതി. നുഖൂദുൻ വാഫിറത്തുൻ, ധാരാളം പണം ഉപ്പയുടെ അടുക്കലുണ്ട്. വ അന അഹ്താജു ഇലാ ദറാജത്തിൻ്റെ ഖാലിയത്തിൻ മിസ്ല ദറാജത്തി റാഷിദ്, ഇത് മാത്രമല്ല, എനിക്ക് റാഷിദിൻ്റെ അടുക്കലുള്ളത് പോലുള്ള ഒരു വിലപിടിപ്പുള്ള സൈക്കിളും കൂടെ വേണം. വ അന അഹ്താജു, എനിക്ക് വേണം. ഇലാ ദറാജ, ഒരു സൈക്കിൾ. ഇലാ ദറാജത്തിൻ്റെ ഖാലിയ, വിലപിടിപ്പുള്ള ഒരു സൈക്കിൾ. മിസ്ല ദറാജത്തി റാഷിദ്, റാഷിദിൻ്റെ സൈക്കിള് പോലുള്ള ഒരു സൈക്കിൾ എനിക്ക് വേണം. അപ്പം സനീറ, ദറാജ ജദീദ, പുതിയ സൈക്കിളോ? ഫമാ ബാലു ദറാജത്തിക്ക, നിന്റെ സൈക്കിളിൽ എന്താണ് പറ്റിയത്? ഇവന് വീട്ടിലൊരു സൈക്കിളുണ്ട് അല്ലേ, എന്നിട്ടാണ് പുതിയത് വേണമെന്ന് പറയുന്നത്. ഫ മാ ബാലു ദറാജത്തിക്ക, നിന്റെ സൈക്കിളിൽ എന്ത് പറ്റി? നിന്റെ സൈക്കിളിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഉവൈസ് പറയുകയാണ്, യാ ഉമ്മ തിൽക ഖദീം, അത് പഴയതാണ്, പഴയ സൈക്കിളിലെ എൻ്റെ അടുക്കലുള്ളത്, ഇനി അത് മാറ്റണം, പുതിയത് വാങ്ങണം. അപ്പം മഹ്മൂദ് മുതനഹിദൻ, നെടുവീർപ്പിട്ടുകൊണ്ട്, യാ സനീർ അഹ്മാദ നഫൽ, നമ്മൾ എന്ത് ചെയ്യും, ഇവനെ കൊണ്ട് തോറ്റല്ലോ അല്ലേ? അപ്പോൾ സനീർ പറയുകയാണ്, ഇല്ലാ ബസ്, സാരമില്ല. ഇന്നഹു സയ്യഅരിഫുൽ മശഖത്ത, അവൻ പ്രയാസം, കഷ്ടപ്പാട് എന്താണെന്ന് അറിയും. വറാഅ കസ്ബിൽ മാലി, പണം സമ്പാദിക്കുന്നതിന് പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കും. അതുകൊണ്ട്
കുഴപ്പമില്ല എന്ന് സെനിയറ പറഞ്ഞു. സിത്താർ, അങ്ങനെ കർട്ടൻ വീഴുകയാണ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ സീൻ അവിടെ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു നാടകം കുറേ സീനുകളായിട്ടാണ് ഉണ്ടാവുക. ആദ്യത്തെ സീന് ഇപ്പോൾ കഴിഞ്ഞു അല്ലേ. ആദ്യത്തെ സീനിൽ എന്താണ് കാണിച്ചത്? സൂപ്പർ മാർക്കറ്റാണ് അല്ലേ. അവിടെ ഇവർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നടക്കുന്ന സംഭാഷണമാണ്. ഇനി രണ്ടാമത്തെ സീനിന് വേണ്ടി കർട്ടൻ പൊങ്ങുമ്പോൾ വേറെ സ്ഥലമായിരിക്കും. ചിലപ്പോൾ ആളുകൾ മാറ്റമുണ്ടാകും, ഒക്കെ ഉണ്ടാകും. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നഖറൗൻ നസ്സ പാഠഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മാതാ തൊലബ ഉവൈസും മിൻ വാലിദിഹി. ഉവൈസ് പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? തൊലബ ഉവൈസും മിൻ വാലിദിഹി. ഉവൈസ് പിതാവിനോട് ആവശ്യപ്പെട്ടു ഹിദാ അൻ റിയാദിയൻ, ഒരു സ്പോർട്സ് ഷൂ ആവശ്യപ്പെട്ടു. വ ഉൽബത്ത് അൽവാനിൻ, അതേപോലെ കളർ ബോക്സ്. വ ദറാജത്തൻ, പിന്നെ സൈക്കിളും അല്ലേ. ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതാ ഔസ മഹ്മൂദിൻ ബിബ്നിഹി. മഹ്മൂദ് തൻ്റെ മകനെ എന്താണ് ഉപദേശിച്ചത്? മാതാ ഔസ എന്താണ് ഉപദേശിച്ചത്? മഹ്മൂദ് ബിബ്നിഹി, തൻ്റെ മകനെ. ഉത്തരം ഔസ മഹ്മൂദ് ബിബ്നിഹി. മഹ്മൂദ് തൻ്റെ മകനെ ഔസ ഉപദേശിച്ചു ബി അന്ന അമലഹു ഹാദ, അവൻ്റെ ഈ പ്രവർത്തനം, അവനീ ചെയ്യുന്നത് മിൻ ഇസ്രാഫിൽ മാലി, പണം ധൂർത്തടിക്കലാണ് എന്ന കാര്യമാണ് ഉപദേശിച്ചത് അല്ലേ. മാ സബബു റഗ്ബത്തിഹി ഫി ഉൽബത്തിൽ അൽവാൻ. കളർ ബോക്സിലുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ കാരണം എന്താണ്? സബബു റഗ്ബത്തിഹി ഫി ഉൽബത്തിൽ അൽവാനി, കളർ ബോക്സ് വാങ്ങാനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ കാരണം. റഗ്ബത്ത് മീൻസ് ആഗ്രഹം. അന്നലി സ്വദീഖിഹി രാജു, തൻ്റെ കൂട്ടുകാരനായ രാജുവിന് മിസ്ല ഹാദിഹിൽ ഉൽബത്ത്, ഇതേപോലുള്ള കളർ ബോക്സ് ഉണ്ട് എന്നതാണ് കളർ ബോക്സ് പുതിയത് വാങ്ങാൻ കാരണം. ഹൽ തസവ്വഖ്തും ഫി സൂഖിൽ മർക്കസി. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? മാതാ റഅയ്തും ഫിഹി, അവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? അപ്പോൾ ആദ്യം ഹൽ, നിങ്ങൾ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നഅം, അതെ, ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. റഅയ്തു ഫിഹ, ഞാൻ അവിടെ കണ്ടു അൽ ബക്കാലത്ത്, അനാദി സാധനങ്ങൾ അല്ലേ, പലചരക്ക് സാധനങ്ങൾ. വൽ ഖളറാവാത്തി, പച്ചക്കറികൾ. വൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സ്. വൽ ഹൽവയാത്ത്, സ്വീറ്റ്സ്. വൽ ഖിർത്താസിയാത്ത്, സ്റ്റേഷനറി ഐറ്റംസ്. വൈറഹ, അതേപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അക്സാമു സൂഖിൽ മർക്കസി. സൂഖിൽ മർക്കസിയിലെ ഓരോ സെക്ഷൻസ്, ഓരോ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഖിസ്മുൽ ഖളറാവാത്തി വൽ ഫവാക്കിഹി, പച്ചക്കറികളുടെയും ഫ്രൂട്ടുകളുടെയും വിഭാഗം. ഖിസ്മുൽ അൽബാനി വൽ ജുബനി, പാല് ഐറ്റംസ്, പാല്, അതേപോലെ വെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള ചീസ് പോലുള്ള സാധനങ്ങളൊക്കെയുള്ള വിഭാഗം. പിന്നെ ഖിസ്മുൽ ബക്കാലാത്ത്, പലചരക്ക് സാധനങ്ങൾ, അരി, പഞ്ചസാര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഖിസ്മുൽ ലുഹൂമി വൽ അസ്മാക്ക്, ഇറച്ചി, മീൻ വിഭാഗം. ഖിസ്മുൽ ഹൽവയാത്തി വൽ മഹ്ബൂസാത്ത്, സ്വീറ്റ്സും ബേക്കറി ഐറ്റംസും. മഹ്ബൂസാത്ത് മീൻസ് ബേക്കറി ഐറ്റംസ്. ഖിസ്മുൽ മഷ്റൂബാത്ത്, സെക്ഷൻ ഓഫ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നുറാജു നസ വനഖ്താറു ഇസ്മുൽ ഖിസ്മി വനക്തുബ്. ഇനി ഈ പാഠഭാഗത്ത് പറഞ്ഞ 2 ഖിസ്മുകളുണ്ട്, 2 സെക്ഷൻസ് ഉണ്ട് അല്ലേ. അത് ഇവിടെ എഴുതാം. എന്തൊക്കെയായിരുന്നു? മേലെ പറയുന്നത് ഖിസ്മുൽ റിയാദ അല്ലേ, സ്പോർട്സ് സെക്ഷൻ. പിന്നെ ഖിസ്മുൽ ഖിർത്താസിയാത്ത്, അത് രണ്ടും ഇവിടെ എഴുതുക, സ്റ്റേഷനറി സെക്ഷൻ. ഇനി നുഅദ്ദു കശ്ഫൻ ലിൽ മവാദിൽ ഫിൽ അഖ്സാമി താലിയ, താഴെയുള്ള ഖിസ്മുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങളുടെ പേരുകൾ പട്ടികപ്പെടുത്താം. ഒന്നാമത്തത് ഖിസ്മു റിയാദ, സ്പോർട്സ് സെക്ഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു ഉദാഹരണമായിട്ട് കുറത്ത്, ബോൾ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഖിസ്മുൽ ഖിർത്താസിയാത്ത്, സ്റ്റേഷനറിയിൽ എന്തുണ്ടാവും? ദഫ്തർ എന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നോട്ട്ബുക്ക്. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പട്ടികപ്പെടുത്താം. റിയാദത്തിൽ എല്ലാവൊന്നും വേണ്ട, കുറച്ച് എഴുതാം. കുറത്ത്, ബോൾ ഉണ്ടാകും. മിളറബ്, ബാറ്റ്. ഹിദാ ഉർ റിയാദ, സ്പോർട്സ് ഷൂ. ഖലൻസുവത്ത്, ക്യാപ്പ്, തൊപ്പി. ഹഖീബത്തുൻ റിയാദിയ, സ്പോർട്സ് ബാഗ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാകും അല്ലേ. ഇനി ഖിസ്മുൽ ഖിർത്താസിയാത്ത്, സ്റ്റേഷനറിയിലോ? ദഫ്തർ, നോട്ട്ബുക്ക്. ഖലം, പേന. ഖലമു റസാസ്, പെൻസിൽ. മിസ്തറത്ത്, സ്കെയില്. ഉൽബത്തുൽ ഹന്ദസ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. വറക്കത്ത്,
പേപ്പർ, ഒൽബത്തുൽ അൽവാൻ, കളർ ബോക്സ്, ഹക്കീബത്ത്, ബാഗ്, മിലഫ്, ഫയൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സ്റ്റേഷനറിയിൽ ഉണ്ടാവുക. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇതോടെ ഒന്നാമത്തെ സീൻ കഴിഞ്ഞിനി നമുക്ക് രണ്ടാമത്തെ സീനാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം.